കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വാസ് വെരി അഗെയിൻസ്റ്റ്. പിന്നെ നമ്മൾ ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി ഓർഡർ വാങ്ങിയിട്ടാണ് നടത്തുന്നത്. ഇവരെ ബ്യൂറോക്രാറ്റ്സ് ആണ് ഇവരുടെ ദൈവം. ദൈവത്തെ അവർക്ക് ഭയമല്ല, ഇവരെ ഭയം. യജമാനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കൊടുത്തതുകൊണ്ട്. ഹല്ലേലൂയ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ഡോക്ടർ കെ മുരളീധരാണ്. ട്രൈബൽ മിഷനിലൂടെയും ICPF-ലൂടെയും നിരവധിയായ കൺവെൻഷൻ വേദികളിലൂടെയും മലയാളി ക്രൈസ്തവർക്ക് സുപരിചിതനായ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ. ദീർഘവർഷങ്ങളായി ഒരു മിഷണറി ഡോക്ടറായി അട്ടപ്പാടി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ തീരെ ചെറിയ പ്രായത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കെ പോണ്ടിച്ചേരിയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തീയ മാർഗത്തിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസന് ജീവിതത്തിൻ്റെ നിരവധിയായ പ്രതിസന്ധികളിലും വേദനകളിലും താങ്ങായി തണലായി നിന്ന കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ധാരാളം അനുഭവങ്ങളുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ കോവിഡ് കാലത്ത് 2023 ഏപ്രിൽ മാസത്തിൽ 18 ദിവസങ്ങളോളം മരണാസന്നനായി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ അദ്ദേഹം ചിലവഴിച്ചു. ലോകമെങ്ങുമുള്ള 10,000-കണക്കിന് ദൈവജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിടുതലിനു വേണ്ടി, രോഗസൗഖ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത്ഭുതകരമായൊരു മടങ്ങിവരവ്, മരണത്തിൽ നിന്നുള്ളൊരു മടങ്ങിവരവ്. ഡോക്ടർ മുരളി ഇന്നും സജീവമായി തൻ്റെ ദൗത്യങ്ങളിൽ വ്യാപൃതനാണ്. അനുഗ്രഹീതനായ ദൈവദാസന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാഗതം ചെയ്യാം ഡോക്ടർ മുരളിയെ. മലയാളി ക്രൈസ്തവ സമൂഹത്തിൽ വ്യത്യസ്തമായ ഒരു പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അരനൂറ്റാണ്ട് കാലത്തോളമായി അതിലധികമായി ക്രിസ്തീയ ജീവിതം നയിക്കുന്നു. ശുശ്രൂഷ രംഗത്ത് അല്ലെങ്കിൽ ഒരു ദൗത്യമേറ്റെടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തുടങ്ങിയിട്ട് 40-ലധികം വർഷങ്ങളായി. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് തുടക്കം മുതലുള്ളത് ഒന്ന് വിശദീകരിക്കാം. ഞാൻ കർത്താവിനെ അറിഞ്ഞ സമയത്ത് എനിക്ക് ഈ ക്രിസ്തീയ ആ പാരമ്പര്യത്തെക്കുറിച്ച് ഒന്നും പാരമ്പര്യമില്ലാത്തത് കൊണ്ട് ക്രിസ്തീയത്തെക്കുറിച്ച് ഒന്നും അറിയാതെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിച്ചത്. എന്നെ വഴി നടത്തിയ പാസ്റ്റർ എനിക്ക് ബൈബിൾ പഠിപ്പിച്ചു കൊടുക്കുകയും കർത്താവിനെ കുറിച്ച് പറയുകയും, അന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വേറെ ഒരു വിദ്യാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഡാനിയൽ എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരെയും വെച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കുകയും ഹോസ്പിറ്റലിൽ ഒന്ന് കാണുകയും അതുപോലെ വീട്ടിൽ വന്ന് കാണുകയും എല്ലാം ചെയ്യും. അങ്ങനെയാണ് ഞാൻ പതുക്കെ കർത്താവിനെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തത്. 1966 മാർച്ച് മാസമാണ്. ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഈ ഞങ്ങളുടെ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് നല്ല വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, സുവിശേഷ യോഗം എല്ലാവർക്കും സ്വാഗതം, ഗോസ്പൽ മീറ്റിംഗ് ഓൾ ആർ വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയ വീട്ടിലാണ്, എന്തോ ചെറിയ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. ഞാൻ ആദ്യമായിട്ടാണ്, പലർക്കും ഒരു അതിശയമാണ് ഇന്നത്തെ ലോകത്തിൽ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞ ആ വാക്കിന് അല്ലെങ്കിൽ സുവിശേഷ യോഗം എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാതെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ സാഹചര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു യോഗമാണിത് എന്ന് പറഞ്ഞിട്ട് ശരി ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. കാരണം വെരി ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഭവനത്തിലാണ് അത് നടക്കുന്നത് കൊണ്ട് വെറും ആകാംക്ഷയ്ക്ക് വേണ്ടി മാത്രം കയറിയതാണ്. കയറിയപ്പോൾ ഒരു വരാണ്ട ഉണ്ട്, ചെറിയ വരാണ്ട ആണ്. അതിൽ 3-4 കസേരകൾ ഇട്ടിട്ടുണ്ട്. ഒരു കൂടിപ്പോയ 5-6 കസേരകളുണ്ട്. അകത്തൊരു ഹാളിൽ ഒരു പായ് വിരിച്ച് കുറച്ച് പേരിപ്പുണ്ട്. അവരാണ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ പാട്ട്, എന്നാ യോഗം എന്നെല്ലാം വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഇത് വല്ലതും ഈ ദൈവങ്ങളുമായി പ്രാർത്ഥന യോഗം വല്ലതും ആയിരിക്കും. നോക്കിയല്ല, അവിടെ ദൈവങ്ങളൊന്നും കണ്ടുമില്ല, ഒരു പടവുമില്ല, ഒരു സ്റ്റാറ്റ്യൂ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇനിയും ഇതെന്താ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടുതൽ നേരം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോയേനെ. പക്ഷെ അവിടെ ഒരു പാസ്റ്റർ അത് നമുക്ക് അറിയത്തില്ല, ഒരു ലീഡർ പോലെ അവർ വന്ന് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ട് നമ്മൾ മീറ്റിംഗ് തുടങ്ങാൻ പോവാണ്, അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു 5 നിമിഷം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു അതിശയം കണ്ടു. അവിടെ ഇതുവരെ പാടിക്കൊണ്ടിരുന്നവരെല്ലാം മുട്ടിന്മേൽ നിന്നുകൊണ്ട് സ്തോത്രം സ്തോത്രം അല്ലേലൂയ സ്തോത്രം എന്നെല്ലാം പറയുന്നത്. എനിക്ക് ആവപ്പാടെ ഇത് എന്തുവോ ഇത്, ഒരാൾ വന്ന് പ്രാർത്ഥിക്കാന്ന് പറയുന്നത് ഇവരെല്ലാം കിടന്ന് ഏതോ മന്ത്രം പറയുകയാണെന്നുള്ള ചിന്തയാണ്. നമ്മൾ അല്ലേലൂയ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നി, എഴുന്നേറ്റ് പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇരുന്നതിൻ്റെ ഒരു കാര്യം, അച്ഛനെപ്പോഴും എൻ്റെ ഫാദർ എപ്പോഴും എന്നെ ഈ അമ്പലങ്ങളിലെല്ലാം കൊണ്ടുപോകും. അതൊരു പതിവായിരുന്നു. സാധാരണമായിട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിലും ആഴ്ചയിൽ 3-4 ദിവസം അമ്പലങ്ങളിൽ പോകും. അവിടെ അമ്പലങ്ങളിൽ പോകുമ്പോൾ അച്ഛൻ സാധാരണ പറഞ്ഞു കൊടുക്കും, ഇത് ദൈവങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്നോളണം, ഇല്ലെങ്കിൽ ദൈവങ്ങൾ രാത്രി വന്ന് ഉപദ്രവിക്കുന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ എന്ത് ദൈവത്തോട് ഇവർ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ആ മനുഷ്യൻ 5 മിനിറ്റ് അല്ലേ പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ്, എഴുന്നേറ്റ് പോവാം എന്ന് വിചാരിച്ച് ചുമ്മാ ഇരുന്നു. ഞാൻ കണ്ണു നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും അതിശയം ഇവർ പറഞ്ഞ വാക്ക് തന്നെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, ഇത് എന്നാ ഇത് പറയുന്നു എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴും അവർ പ്രാർത്ഥന നിർത്തുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പോവാം എന്ന് എഴുന്നേൽക്കുകയും നമ്മൾ അടുത്ത് നിന്ന് ചെവിയിൽ പറയുന്ന പോലെ ക്രിസ്റ്റൽ ക്ലിയർ ഇംഗ്ലീഷിൽ, മൈ സൺ യു തോട്ട് യു ആർ ബെറ്റർ ദാൻ ദീസ് പീപ്പിൾ. എനിക്ക് നല്ലപോലെ കേൾക്കാം, നല്ലപോലെ കേൾക്കുന്ന സ്ഫുടമായിട്ട് കേൾക്കാം. ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ ഏതെങ്കിലും മൈക്രോഫോൺ എല്ലാം വെച്ച് വേറെ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെന്ന് ഇങ്ങനെ എല്ലാം ചുറ്റി നോക്കുന്ന അതേസമയം ഒരു ഭയവും ഉണ്ടായി. ഇത്രയും ബഹളത്തിന്റെ ഇടയിൽ ഇത് കേൾക്കുന്നു. ഞാൻ വേറെ ആ ശബ്ദത്തെ അതോടെ നിർത്തി ഞാൻ ഓടിപ്പോയതിനെ. പക്ഷെ അത് തുടർന്ന് വരിക, ദീസ് പീപ്പിൾ ആർ ഹാപ്പി ബിക്കോസ് ദേ ആർ മൈ പീപ്പിൾ. അത് കേട്ടപ്പോൾ ഞാൻ ഇരുന്നു. എനിക്കിപ്പോഴും ഇത് എവിടുന്ന് വരും ശബ്ദം എന്ന് പറഞ്ഞ് പതുക്കെ ഇരുന്ന ഉടനെ ആ പാസ്റ്റർ പറഞ്ഞു, ഓക്കെ നമുക്ക് യോഗം തുടങ്ങാം എന്ന് പറഞ്ഞു. 2-3 പേര് വന്ന് പാട്ടുപാടി, പിന്നെ ആരോ പ്രസംഗിച്ച് 1 മണിക്കൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ 2-3 പേര് കൂടെ വന്നിരുന്ന്, ഇത് എവിടുന്ന് ഈ ശബ്ദം വന്നു, ഇവർ എന്നാ പറയുന്നു. അന്ന് അവർ പറഞ്ഞ ഒരു വാക്ക് പോലും എൻ്റെ മനസ്സിൽ കയറിയില്ല, അവരുടെ വാക്കൊന്നുമില്ല. ഇത് എവിടുന്ന് വന്നു, ഇനിയും കേൾക്കുവോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുമാതിരി, ഒരു വിധത്തിൽ പറഞ്ഞ ഒരു ഭയത്തോട് അതേസമയം ഒരു ആകാംക്ഷയോട് അങ്ങനെ ഇരുന്നു. അന്ന് വലിയ ചെറിയ മീറ്റിംഗ് ആയിരുന്നു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് വന്ന് എല്ലാവർക്കും കൈ കൊടുത്ത്, എന്നെ കണ്ട് കൈ കൊടുത്ത്, പുതിയതായിട്ട് വന്നതുകൊണ്ട് പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. അപ്പോൾ വന്നതിൽ വളരെ സന്തോഷം എന്നെല്ലാം പറഞ്ഞു പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇത് എന്ത് മീറ്റിംഗ് ആണ്? പുള്ളി അട്ടകാശമായിട്ട് ഒരു ചിരിച്ചു. ഇത്രയും നേരം ഇരുന്നിട്ട് പോലും ഇതൊന്നും മനസ്സിലായില്ലെന്ന് ചിരിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഈ സംശയം വന്നതിൻ്റെ കാരണം ഇവിടെ ഈ ദൈവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കേണ്ടെന്ന് തോന്നി എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ശബ്ദം കേട്ടുന്നത്. അത് പറഞ്ഞുകൊണ്ട് പാസ്റ്റർ വളരെ ക്വയറ്റായി, വെരി സീരിയസ്, ഒന്ന് ഇരുന്നേ എന്ന് പറഞ്ഞിട്ട്, ശബ്ദം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശബ്ദം കേട്ടത് കൊണ്ടാണ് ഞാൻ ഇരുന്നതില്ലെങ്കിൽ അപ്പോഴേ എഴുന്നേറ്റ് പോയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളിവിടെ ആരാധിക്കുന്നത് യേശുവിനെയാണ്. യേശു പറഞ്ഞു, യേശു തന്നെ പഠിപ്പിച്ചതാണ് ദൈവം ആത്മാവാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങൾ എവിടെ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവിടെ വരും. ഞങ്ങളിവിടെ ഇരുന്ന് ആരാധിക്കുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ മധ്യയിൽ യേശു ഉണ്ട് എന്നുള്ള സന്തോഷം കൊണ്ടാണ്. അതാണ് ഞങ്ങളുടെ സന്തോഷം. കാരണം ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞു, ആ യേശുവാണ് നിങ്ങളോട് സംസാരിച്ചത്. കാരണം നിങ്ങൾ ഈ ആർക്കും ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഇവിടെ ഇരുത്തിയത് യേശുവിൻ്റെ ആണോ? പക്ഷെ വളരെ അപൂർവമായിട്ടാണ് ദൈവശബ്ദം കേൾക്കുന്നത്. അങ്ങനെ നിങ്ങളെ ദൈവം വിളിച്ചത് കൊണ്ട് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ ചോദിച്ച്, യേശുവിനെ അറിയാമോ? യേശുവിനെ അറിയാം, ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത 15 മിനിറ്റ് യേശുവിനെ കുറിച്ച് ഒരു വളരെ ക്യാപ്സ്യൂൾ ഫോമിൽ സുവിശേഷം പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ചോദിക്കാനില്ല, കാരണം പറഞ്ഞതെല്ലാം ശരിയെന്നുള്ളത് പോലെ തോന്നി. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല, കേട്ടു. അവസാനം കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെയാണ്, യേശു വന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ പാവങ്ങളിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അത് മാറണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പാവം കളയണം. അതിനു വേണ്ടിയിട്ടാണ് യേശു ലോകത്തിൽ വന്നു എന്നെല്ലാം പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം.
പിന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞു തരാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. പ്രാർത്ഥിച്ചു വിട്ട് നാളെയും വരണം എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോഴും മനസ്സിൽ ഒരു കാര്യം, എന്തോ സംതിങ് റിയലി ഹാപ്പൻ. ആദ്യമായിട്ടാണ് ഇതെല്ലാം കേൾക്കുന്നത്. നമ്മളെ എത്രയോ അമ്പലങ്ങൾ പോകുന്നു, ഇരുന്നും നിന്നും കിടന്നു എല്ലാം ആരാധിക്കുന്നുണ്ട്, നമുക്കൊരു ഐഡിയ അല്ല. പക്ഷെ ഇവിടെ അത് ആ വാക്ക് മാത്രം ഞാൻ കേട്ടിട്ട് പോയെങ്കിലും എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. എന്തോ ബഹളത്തിൽ. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഡെല്യൂഷനാണ്, ഹാലുസിനേഷനാണ്, ചിലർക്ക് ഇതുപോലെല്ലാം ഒച്ചയുള്ള സ്ഥലത്ത് ഉണ്ടാകും. നമ്മളും ഡെല്യൂഷൻ ഹാലുസിനേഷനെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പ്രാന്തമാർക്കേ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ പ്രാന്ത് പിടിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് ഒരു വലിയ റെവല്യൂഷൻ പോലെ ഉണ്ടാക്കി. പക്ഷെ അതോടുകൂടി പാസ്റ്റ് ചേർത്ത് പറഞ്ഞപ്പോൾ ഇറ്റ് മെയ്ഡ് സെൻസ്. ഇവിടെ ആരോ സംസാരിക്കുന്നു, ഒരു ദൈവം, ആ ദൈവം പറയുന്നു ഇവർ സന്തോഷിക്കുന്നു കാരണം ഇവരെൻ്റെ ജനങ്ങളാണ്. അങ്ങനെ തുടങ്ങിയ ക്രിസ്ത്യൻ ജീവിതം. അല്ലാതെ യേശുവിനെ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ ഇരുന്ന ആ സാഹചര്യത്തിൽ പിന്നെ ഈ പാസ്റ്ററിനെ ഞങ്ങളെ വീട്ടിൽ മെൻറ്റർ ചെയ്തു. വീട്ടിൽ വരും, കാര്യങ്ങൾ പറയും. പക്ഷേ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി ഈ യേശുവിനെ കുറിച്ച് വായിക്കുക. അപ്പോഴാണ് സുവിശേഷങ്ങളെല്ലാം വായിക്കാൻ തുടങ്ങിയത്, യേശുവിനെ കുറിച്ച് അറിഞ്ഞാണ്. അങ്ങനെ പാസ്റ്റ് സഭയിൽ വരാൻ പറയും, ഇടയ്ക്ക് സാക്ഷ്യം പറയാൻ പറയും. ആ സാക്ഷ്യം പറയാനൊന്നും അറിയുന്നില്ലെങ്കിലും പറയും, നിങ്ങൾക്ക് അന്ന് എന്നാ തോന്നി അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന പോലെ പാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വരുന്നതെന്നെല്ലാം പറയും. അങ്ങനെ പടിപ്പടിയായിട്ട് മനസ്സിലാക്കി എൻ്റെ പഠിത്തം തീരുന്ന സമയത്ത് ഒരു നല്ല യേശുവിൻ്റെ ഒരു അനുഗാമിയായി. യേശുവിനെ കുറിച്ച് ഞാൻ ഇന്ന് കാലത്തും ചർച്ചിൽ പറഞ്ഞു, എനിക്ക് ഏറ്റവും എന്നെ എപ്പോഴും ഒരു അട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ, എല്ലാ ക്യാരക്ടർ യേശുവിൻ്റെ നല്ലതാണ്, പക്ഷെ എന്നാലും ഹി വാസ് ഓൾവേസ് ഫോർ ദ പുവർ, പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബയസ് എന്ന് പറയാം, പക്ഷേ നല്ല വേർഡല്ല. എന്നാലും ഒരു കൂറ് യേശുവിന് പാവപ്പെട്ടവരോടും ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുവിന് പാവപ്പെട്ടവരോട് ഇഷ്ടമുണ്ട്. നമ്മൾ പാവപ്പെട്ടവരോട് പ്രവർത്തിച്ചാൽ യേശുവുമായിട്ടുള്ള ബന്ധം കൂടുതൽ കാണും. അത് ഞങ്ങളുടെ പാസ്റ്ററും അത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത് നല്ല മനുഷ്യൻ നല്ല ഗുണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ബൈബിളിൽ പറയുന്ന പോലുള്ള കാര്യങ്ങൾ, വിശുദ്ധ ജീവിതം ജീവിക്കണം, അതോടെ പാവപ്പെട്ടവരെ സഹായിക്കണം. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ മിഷനൊന്നും അങ്ങനത്തെ ഉള്ള വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു വിശ്വാസാനുഭവം അതിൽ സ്ട്രോങ് ആയി. അപ്പം ഇത് വീട്ടിൽ ഇതൊരു പ്രശ്നമായില്ലേ, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമായെന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ പോകുന്നത് അച്ഛനെ അറിയത്തില്ല. അച്ഛൻ കാലത്ത് ജോലിക്ക് പോകും, വൈകിട്ട് വരും. ഞാൻ വൈകിട്ടാകുമ്പോൾ ഇവിടെ വീട്ടിലിരിക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇവൻ ഇവിടെ ഒരു ചർച്ചിൽ പോകുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഒരു ദിവസം ജനറൽ ചർച്ചിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട്, അതെല്ലാം വേണ്ട, നമുക്ക് നമ്മുടെ ആയിട്ടെല്ലാം ഉണ്ട് എന്ന് ഈ ടുക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. അത് ഞാൻ അമ്മച്ചോട് പറഞ്ഞു. കാരണം ഈ പാസ്റ്റർ വീട്ടിൽ വരുമ്പോൾ സാധാരണമായിട്ട് വൈകിട്ട് ഒരു 4:30-5 മണിക്ക് വരുമ്പോൾ, ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ അമ്മച്ചി കാണും, അവരോടെല്ലാം ഭാഷ സംസാരിക്കും. അപ്പോൾ അമ്മച്ചി പലതും കേൾക്കുന്നുണ്ട്. സ്നാനപ്പെട്ടപ്പോൾ അച്ഛന് വലിയ ദേഷ്യമായി. ഞാൻ വിചാരിച്ചു, നീ എന്തോ ചുമ്മാ പോവുകയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം അറിയുന്നത് നല്ലതാണെന്നെല്ലാം വിചാരിച്ചു. നീ അവിടെ പോയി നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കണ്ട, ഇനി പോകുന്നത് നിർത്തിയാൽ മാത്രമേ എന്നോട് സംസാരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. 3 വർഷം എന്നോട് സംസാരിച്ചില്ല, ഒരേ വീട്ടിലിരുന്ന്. ഒരു വലിയ പ്രയാസമാണ്. എന്നെ കാണുമ്പോൾ മോഹൻ തിരിച്ചുകൊണ്ട് പോകും. പക്ഷേ അച്ഛൻ എന്നെ അബ്സർവ് ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റമാണ് ഉണ്ടായത്. പഠിത്തത്തിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായി. അതിനു മുമ്പ് ഞാൻ ചുമ്മാ സിനിമയ്ക്ക് പോകും, അച്ഛനോടെല്ലാം ചോദിക്കാതെ സിനിമയ്ക്ക് പോകും, അത് ഒരടി വാങ്ങും, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ഒരു കാര്യം. അതിൽ നിന്നെല്ലാം മാറി നല്ല മര്യാദയ്ക്കെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അച്ഛന് ഒരു കാര്യം, പിന്നെ ഏതോ നല്ലത് നടന്നിട്ടുകൊണ്ടിരിക്കുന്നു പോയി എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് മറ്റവർക്ക് ആർക്കും അറിയരുത്, നടക്കേടാണ് എന്നുള്ള ചിന്ത അച്ഛന് എപ്പോഴും ഉണ്ട്. അങ്ങനെയെല്ലാം ഇരുന്ന് വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ റിട്ടയറായി. അപ്പോൾ അച്ഛൻ എൻ്റെ സംരക്ഷണയിലാണ്, എനിക്ക് ജോലിയായി, അച്ഛൻ റിട്ടയറായി. അപ്പോൾ ഞാൻ ചർച്ചിൽ പോകുന്നത് അച്ഛൻ പല പ്രാവശ്യം പറയും, നീ വേണമെങ്കിൽ പോയിക്കോ, എന്നോടൊന്നും പറയണ്ടെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി ഷി വാസ് കൺവിൻസ്ഡ്. അമ്മയും സിസ്റ്ററും അവരും വിശ്വാസസ്ഥാനമേറ്റു. അതുകൊണ്ട് അങ്ങനെ അച്ഛൻ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നത് കൊണ്ടും എന്നിൽ മോശമായതൊന്നും കണ്ടില്ല എന്നതുകൊണ്ടും, ചില ഹിന്ദുക്കൾക്ക് അങ്ങനെ ഉണ്ട്, ദൈവത്തെ ആണെങ്കിലും കുഴപ്പമില്ല,
എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ എന്തോ അച്ഛൻ ഒരു ഡിപ്ലോമാറ്റാ. അതുകൊണ്ട് ഇങ്ങനെ അച്ഛൻ ഒരുവിധം എന്നെ സഹിച്ചത് കൊണ്ട് അന്ന് ഞാൻ കൊല്ലത്ത് പിന്നെ വന്ന് ജോലിക്ക് വന്നപ്പോഴാണ് ഒരുപാട് ആൾക്കാർ കൊല്ലത്ത് വിശ്വാസികളായിട്ടിരിക്കുന്നവർ വന്ന് അച്ഛനോട് സംസാരിക്കും. അച്ഛനെല്ലാം കേൾക്കും. കേട്ടിട്ട് നിങ്ങളുടേത് നിങ്ങൾക്ക് എൻ്റെത് അറിയിക്കും, എന്നെ വിട്ടാറ് എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ ആയിരുന്നത്. പക്ഷേ ഞാൻ 66 രക്ഷിക്കപ്പെട്ടു. അച്ഛൻ 87 രക്ഷിക്കപ്പെട്ടത്. 31 വർഷം. അതൊരു വലിയ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു എന്നാ പറയുന്നത് വലിയ കൃപയാണ് എന്നോട് കാണിച്ചത്. അത് സംഭവിച്ചത് ഞാൻ അട്ടപ്പാടിയിൽ വന്നതിന് ശേഷമാണ്. അവിടെ അട്ടപ്പാടിയിൽ വന്നപ്പോഴും അച്ഛന് വലിയ പ്രയാസമായിരുന്നു. ഇത്രയും മണ്ടത്തരം കാണിച്ച് ഇനി ഇതിനേക്കാൾ മണ്ടത്തരം കാണിക്കുന്നല്ലോ എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറയുന്ന ദൈവം എന്ത് ദൈവമാണ് എന്നെല്ലാം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു 3 വർഷം, അവസാനത്തെ ജീവിതത്തിൽ 3 വർഷം വിശ്വാസിയായിരുന്നാണ് മരിച്ചത്. ബെൻസിഗർ ഹോസ്പിറ്റലാണ് 12 വർഷം ജോലി ചെയ്തു കൊല്ലത്ത്. ഈ ഒരു മിഷണറി ഡോക്ടറായിട്ട് പോകാനുള്ള ഒരു നിയോഗം എങ്ങനെയാണ്? അതേ പറയുന്നത്, ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. നമ്മുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഈ ഇളയവരായിരിക്കുന്ന പാവപ്പെട്ടവരായിരിക്കുന്നവരെ സഹായിക്കണമെന്ന് പാസ്റ്റർ പറഞ്ഞു കൊടുത്തതിലും ദൈവവചനം വായിച്ചതിലും യേശുവിൻ്റെ മോഡലിലെന്നാ മനസ്സിലായിരുന്നു. 1973 മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വന്നായിരുന്നു, മനുഷ്യരെ കാണാത്ത മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് ചോളനായ്ക്കന്മാരെ കുറിച്ച് മാത്യു കുതിരക്കട എഴുതിയ. എനിക്കതൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ തമിഴ്നാട്ടിലാണ്. പക്ഷെ അത് ചോളനായ്ക്കന്മാരെ കുറിച്ച് വായിച്ചപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, അതിൽ തമിഴ്നാട്ടിൽ ഒരു ഡോക്ടർ പുഷ്പരാജ് എന്നൊരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പുള്ളി കുറച്ച് പേര് ഇത് വാസ്തവമാണോ എന്ന് പറഞ്ഞ്, കാരണം മാത്യു കദലിക്കാട് എഴുതിയിരുന്നത് ഇങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ ഈ 20-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ട്, വീടില്ല, ഭാഷയില്ല, വസ്ത്രമില്ല, അങ്ങനെ ഇരിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് ഫോട്ടോ സഹിതമാണ് പുള്ളി പുറത്തു കൊണ്ടുവന്നത്. ഇവൻ ഗവൺമെന്റിന് അറിയത്തില്ലായിരുന്നു. 1971 സെൻസസിൽ അവരുടെ പേരില്ല, ചോളനായ്ക്കൻ പേരില്ല. 1981 സെൻസസിലുണ്ട്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നെ ഗവൺമെന്റ് പോയി അവരെ കണ്ട് അവർക്ക് കുറച്ച് വീടും അത് ഇതെല്ലാം വെച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കേരളത്തിൽ 76 വന്നു, ട്രിവാൻഡ്രത്ത് ആദ്യം വന്നത്. പിന്നെ ഒരു വർഷം അവിടെ ഇരുന്നിട്ട് ഞാൻ കൊല്ലത്ത് വന്നപ്പോൾ സമയത്ത് കൊല്ലത്തിരുന്ന പാസ്റ്റർ ഇവനെ വളരെ സംസാരിക്കാനും പിന്നെ ഉത്സാഹിപ്പിക്കും, സാക്ഷ്യം പറയാൻ വിളിച്ചുകൊണ്ട് പോകും. ഒരുപാട് ഓപ്പൺ എയറിലാണ് സംസാരിക്കും. ഞാൻ തമിഴിൽ പറയും, അന്ന് മലയാളം അറിയത്തില്ല, തമിഴിൽ പറയും, പാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ഈ ഡോക്ടർ പുഷ്പരാജ് അവിടെ പോയിട്ട് വന്ന് ഷെയർ ചെയ്ത്, ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്, അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ചിന്തയാണ് അത് ഒരു ട്രൈബൽ മിഷനായിട്ട് രൂപാന്തരപ്പെടാനിടയായത്. അതിനുശേഷമാണ് മിഷനെ കുറിച്ച് കൂടുതൽ പറയാനും. അപ്പോൾ കർത്താവ് എളിയവരോട് പറഞ്ഞെന്ന് വന്നാലും കർത്താവിൻ്റെ ഒരു കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞത് മറ്റവരോട് പറയണം എന്നുള്ള ആ ചിന്തകൾ വരുന്നതും, ഒരു എളിയവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി കടന്നു പോയതാണ് ഒരു മിഷൻ അതിൻ്റെ ഒരു തുടക്കം. അങ്ങനെയാണ് ജീവിതത്തിൽ ഒരു മിഷണറി ആയിട്ട് വന്നത്. പിന്നെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എത്രയോ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയാലും പലർ പറഞ്ഞാലും ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമായിട്ട് കാണാൻ പറ്റും. ഒരുപാട് സംഭവങ്ങളുണ്ട്, 1-2 ഒരുപാട് സംഭവങ്ങൾ. ഈ അട്ടപ്പാടി പോലെയുള്ള വളരെ റിമോട്ടായിട്ടുള്ള ഒരു മേഖലയിൽ പോയി പ്രവർത്തിക്കുക, ആദിവാസികളുടെ ഇടയിൽ താമസിക്കുക, അവർക്ക് വേണ്ടി സ്കൂൾ ആരംഭിക്കുക, അവർക്ക് വേണ്ടി ഹോസ്പിറ്റൽ ആരംഭിക്കുക, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ അവിടെ ചെയ്തു. ശരിക്കും അവിടുത്തെ ആദിവാസി കമ്മ്യൂണിറ്റിയെ കുറിച്ചൊരു കൃത്യമായ ഒരു വിവരണം പറയാമോ? എന്നുവെച്ചാൽ ഈ ആദിവാസി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 1900 ഒരു 70 വരെ അല്ലെങ്കിൽ 60 വരെ ആയിരിക്കും അവർ വനങ്ങളിൽ താമസിച്ചു വരുന്നത്. അട്ടപ്പാടി ഭയങ്കര കാടായിരുന്നു. അന്ന് തമിഴ്നാട്ടിലായിരുന്നു. അന്ന് 91% ട്രൈബൽസ് ആയിരുന്നു. ആർക്കും ഇവരെ കുറിച്ച് അറിയത്തില്ല. കാരണം നമ്മൾ കാട് കാണുന്ന ഇതിനകത്ത് മനുഷ്യരുണ്ടോ എന്ന് നമ്മൾ ആരും പോയി നോക്കാൻ പോകുന്നത്. ഇവരവിടെയായിരുന്നു. ഇവരവിടെ എങ്ങനെ എത്തി എന്ന് പറയുന്നതല്ല, ഒരു ഡ്രവിഡിയൻസ് ആണ്. അതിൻ്റെ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കെല്ലാം ഉണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ചോളം വേറെ ഒന്നും ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറയുന്നത് ബന്ധമില്ല. അവർക്ക് വേണ്ട. കാരണം റെഡിമെയ്ഡ് ഫുഡാണ്. ഫുഡ് അവർക്ക് കിട്ടും. കാലത്ത് എഴുന്നേറ്റ് എന്നാ ഫുഡ് എന്ന് പറയുന്ന ആവശ്യമില്ല, വാട്ടിൽ പോയി കിട്ടുന്ന തിന്നിട്ട്. അങ്ങനെ നമ്മൾ 56 ഈ
ബൗണ്ടറി ഡിവിഷൻ വന്നപ്പോൾ അട്ടപ്പാടി കേരളത്തിൽ വന്നു. ഉം. തമിഴ്നാട്ടില് കന്യാകുമാരി തമിഴ്നാട്ടിൽ പോയി. അപ്പൊ തമിഴ്നാട്ടുകാരെ വിചാരിച്ചു വലിയ വിജയമാണ്, കന്യാകുമാരി അവർക്ക് കിട്ടി, കാട് അവർ മലയാളീസ് എടുത്തോണ്ട് പോയി. പക്ഷെ നമ്മുടെ ആൾക്കാരില്ലയോ, അടുത്ത 10 വർഷത്തിൽ അവർ പറയുന്നത് ഈ അട്ടപ്പാടിയുടെ 80% മരങ്ങൾ വെട്ടി പലരും മില്യണറായി. ഉം. മില്യണേഴ്സ്, പഴയ പൊളിറ്റീഷ്യൻസിനെല്ലാം അവിടെ ഇപ്പോഴും സ്ഥലമുണ്ട്. അവർ ചുറ്റി വളച്ചു. അവർ വന്ന് നോക്കുമ്പോൾ ഈ ആദിവാസികൾ പാവങ്ങളായിരിക്കും. അന്നുള്ള റൂളിനനുസരിച്ച് കാട് അവരുടെ ആദിവാസിയുടെ ആണ് എന്നുള്ളതാണ് റൂള്. പക്ഷെ ആദിവാസിയുടെ അടുത്ത് കാട് നിന്റേതാണെന്ന് പറഞ്ഞ ഉടനെ ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും ഈ സ്ഥലം മൊത്തം നിന്റേതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വേലി കിട്ടി എത്ര എടുക്കാൻ പറ്റുമോ, അവരതൊന്നും ചെയ്യത്തില്ല. അവർക്ക് താമസിക്കാനുള്ള സ്ഥലം മതി. പക്ഷെ ഇവർ ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് ഇവർ ആൾക്കാരെ കയറി കുടിയേറി പാർക്കുന്നവരെല്ലാം ഈസി മണി എന്ന് പറഞ്ഞിട്ട് അന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് എല്ലാം അങ്ങനെ സെറ്റായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇൻഡിപെൻഡൻസ് വാങ്ങിയിട്ട് എത്ര വർഷങ്ങളല്ലേ ആയോളൂ. അപ്പൊ അത് ഉപയോഗിച്ച് പല പൊളിറ്റീഷ്യൻസും മില്യണേഴ്സായി. റെഡിമെയ്ഡ് മണിയാണ്, അവർക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വെക്കുക എന്നുള്ളത്. അങ്ങനെ 80% കാട് വെട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ പുറത്തായി. ദേ ആർ കോൾഡ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ. അവരുടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് അവർ പുറത്തു വന്ന് എന്നാ ചെയ്യാനാ, അവർക്ക് കാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല. പുറത്തു നോക്കിയാൽ എല്ലാം വെട്ടും, ജനങ്ങളെ കാണുന്നു, ആൾക്കാർ വരുന്നു, അവരോട് അത് പറയുന്നു ഇത് പറയുന്നു. ചിലപ്പോൾ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പാൻ ഒരല്പം സ്റ്റാരായം വാങ്ങിക്കൊടുത്താൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. അങ്ങനെ എല്ലാം ഒരു ബോണ്ടഡ് ആയിട്ട് ഇവർ വന്നു, ഡിസ്പ്ലേസ്ഡ് ആയിട്ട് വന്നു. മറ്റേ ജനങ്ങൾക്ക് അവരെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്ന നല്ലത്. അവർ എത്രമാത്രം ആ ലെവലിൽ വെച്ചിരുന്നാലേ ഇവർക്ക് അവരുടെ ലാഭം കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണ് കുറച്ച് അടുത്ത 10 വർഷം കഴിഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് ഭയങ്കരമായിട്ട്, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എല്ലാം വന്ന് അവർ പാവങ്ങളെ നോക്കുന്നുണ്ടെങ്കിലും പോലും they don't know how to bring out this. അവരെല്ലാം ചെയ്യുന്നുണ്ട്, സ്കൂൾ വെക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അട്ടപ്പാടിയിൽ ഞാൻ പറഞ്ഞില്ല 2 സ്കൂൾ അകളി നല്ല ബിൽഡിങ്ങാണ്, ടീച്ചേഴ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ പിള്ളേർ വരണ്ടേ, പിള്ളേരെല്ലാം കാട്ടിനകത്താണ്. അപ്പോൾ കാട്ടിനകത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. കാട്ടിനകത്ത് ഇവർ ആദ്യം എലിമെന്ററി സ്കൂൾ തുടങ്ങും. ഒരു 5-6 വില്ലേജ് അടുത്തുള്ള വില്ലേജുകളെല്ലാം ചേർന്ന് ഈ ഹാളിന്റെ അത്രയും പോലും കാണത്തില്ല. വെറും മണ്ണ്, ചെറിയ ഒരു 2 ഫീറ്റ് ഒരു കോമ്പൗണ്ട് വാൾ മാറി പോയിട്ട് അതിനകത്ത് 4 ക്ലാസ് നടക്കും. 1, 2, 3, 4. ഒരു ടീച്ചർ കാണും. ഈ ടീച്ചറുടെ ജോലി എന്ന് പറഞ്ഞത് അവിടുത്തെ അടുത്തുള്ള പിള്ളേർ 5 വയസ്സായവൻ്റെ എല്ലാം 1-ാം ക്ലാസ്സിൽ നിന്ന് എഴുതും. പിന്നെ അടുത്ത വർഷം വന്ന് അവനെല്ലാം 2-ാം ക്ലാസ്സിലാക്കും. പിന്നെ 5 വയസ്സുള്ളവന് 1-ാം ക്ലാസ്സാകും. 4-ാം ക്ലാസ് ആയതിനു ശേഷം ഒരു TCയും കൊടുത്തു വിടും. അപ്പോഴവർ സ്കൂളിൽ ഇവിടെ വരണം, എവിടെ, ടൗണിലേക്ക് വരണം. ടൗൺ എന്ന് പറഞ്ഞാൽ ഈ അട്ടപ്പാടിയിലേക്ക് വരണം. ഈ ഗ്രാമങ്ങളിൽ അന്ന് റോഡേ ഇല്ല. 8, 10, 12 കിലോമീറ്റർ നടന്നാലേ വരാൻ പറ്റത്തുള്ളൂ. പിള്ളേർ വരത്തില്ല. അതുകൊണ്ട് പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ടീച്ചേഴ്സ് അവിടുന്ന് 4-ാം ക്ലാസ്സിൽ നിന്ന് TC വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ 5-ാം ക്ലാസ്സിൽ ചേർക്കണം. ഇവിടെ 5-ാം ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ അവന് അടുത്ത വർഷം 6-ാം ക്ലാസ്, അടുത്ത വർഷം 7-ാം ക്ലാസ്. അന്നുള്ള റൂളാണ്, ഒരുത്തിനും നിർത്തമുള്ള. ഇപ്പൊ വളരെ അടുത്താണ് ഇത് 9th സ്റ്റാൻഡേർഡിൽ മാത്രം നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഹാരി നിർത്താൻ പറ്റില്ല. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പോലും 40 ദിവസം പോലും ഒരു വർഷത്തിൽ വരത്തില്ല ഇവർ എന്നാണ് അവിടുത്തെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കിയാൽ ഗവൺമെന്റ് ബിൽഡിംഗ് പണിഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ചെലവ് ചെയ്തിട്ടുണ്ട്. ആദിവാസികൾക്ക് വേണ്ടി ഇവർ വരണ്ടേ, എത്തണ്ടേ? ആദിവാസിക്ക് വേണ്ടി ഗവൺമെന്റ് കണ്ടമാനം പണം മുടക്കുന്നുണ്ട്. അതുമാത്രം ഒരുപാട് വാട്ട് യു കോൾ അവരുടെ വെൽഫെയർ സ്കീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്ക് അറിയത്തില്ല. അതാ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർക്ക് മിക്കവാറും മനസ്സിലായില്ല. അതിലൊരു കാര്യം, ഇവരെ ബ്യൂറോക്രാറ്റ്സ് ആണ് ഇവരുടെ ദൈവം. ദൈവത്തെ അവർക്ക് ഭയമല്ല, ഇവരെ ഭയം. യജമാനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കൊടുത്താവുണ്ട് എന്നുള്ള രീതിയിലേ ഉള്ളൂ. അവരുടേതാണ്, അവർക്ക് വേണ്ടി ഗവൺമെന്റ് വെച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കാനായിട്ട് ഇവർക്കില്ല. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഇരുന്ന്. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതോ അതിൻ്റെ ഇമ്പോർട്ടൻസോ ഒന്നും ഈ പാരൻസിന് അറിയത്തില്ല. ഇപ്പം നമ്മൾ കൊച്ചു പിള്ളേരായിരുന്നാൽ പോലും പാരൻസ് ആണ് നമ്മളെ സ്കൂളിലോട്ട് അയക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ പോകത്തില്ല. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല, ഇവരെന്തിനാ പോകുന്നതെന്ന് പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് അവിടെ ചാപ്പാട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നേ ഉള്ളൂ അവരുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അവൻ പോയിട്ട് തിരിച്ചു വന്നാൽ ഇവർക്ക് വലിയ സന്തോഷമാണ്. അവർക്ക് 1-2 പശു കാണും, ആട് കാണും, അത് നോക്കിക്കൊണ്ട് ഇവനിരിക്കും. അവരോട് പോയി ജോലി ചെയ്യും. അവൻ പോയി കഴിഞ്ഞാൽ അത് അവർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു. ഗവൺമെന്റ് ഒത്തിരി ചെയ്താലും ദാറ്റ് ഈസ് വെയർ മിഷൻ കൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ ഈ പഴയ ആദിവാസി ട്രൈബൽസിന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ
ഈ കേരളത്തിൽ അന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ 54 ഗോത്രങ്ങളുണ്ട്, 54 ഗ്രൂപ്പ്സ് ഓഫ് ട്രൈബ്സ് എന്ന് പറയും. അതിൽ ഒറ്റ ഗോത്രം മാത്രമേ ഈ ഇടുക്കി മേലുകാവ് ആ സൈഡിലുള്ള അരയർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ മാത്രമേ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, ലോയേഴ്സ് ഉണ്ടായിരുന്നു, IAS മറ്റേ 53 ഗോത്രങ്ങളിലും പറഞ്ഞ പോലെ അട്ടപ്പാടിയിൽ ഒരേ ഒരു ഡോക്ടർ. അതെങ്ങനെയെന്ന് ഞാൻ പറയും. അങ്ങനെ ഇത്ര മോശമായിട്ടും ഇതേ കൊച്ചു കേരളത്തിൽ ഇതേ ഗവൺമെന്റ് ഇതേപോലെ സാഹചര്യമാണ് ഇടുക്കിയിലും മലയും എല്ലാമാണ്. ഇതിനെന്നെ കാരണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നവൻ ഒരു അല്പസമയം എടുത്ത് എങ്ങനെ ഈ ഒരു ഗോത്രം മാത്രം ഈ സ്ഥലത്ത് ഇത്രയും വ്യത്യാസമായെന്ന് ചിന്തിച്ചാൽ മതി. വി നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് മിഷൻസ്. അവരവിടുത്തെ ഈ ബാസൽ മിഷൻകാരെല്ലാം വന്നു അവിടെ ഇടുക്കി. ഇന്ന് പോയാലും അവർ പറയും വെള്ളക്കാരന്മാരിൽ നടക്കാൻ പോലും പറ്റത്തില്ല. അവരെ കസേര വെച്ച് കൊണ്ടുപോയി മുകളിൽ അവിടെ എവിടെ കൊണ്ടുപോകും. അങ്ങനെ സാഹചര്യത്തിൽ അവർ ഇതെല്ലാം വെച്ചു. അവർ ആദ്യം ചെയ്തത് വിദ്യാഭ്യാസമാണ്. ദേ സ്റ്റാർട്ടഡ് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. അങ്ങനെയാണ് ആ സമൂഹം രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതിന് ചരിത്രം എടുത്ത് വായിച്ചാൽ തന്നെ എനിബഡി ക്യാൻ തിങ്ക് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയാം. പക്ഷെ ചെയ്യുന്നില്ലെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ദ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറയുന്നതാണ് മിഷൻ വർക്ക്. ദർ വി ഷോ മേഴ്സി, കമ്പാഷൻ. അതിലാണ് വ്യത്യാസം വരുന്നത്. അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഒരു 10-25 വർഷത്തിലായി സീൻ ദ ഡിഫറൻസ്. 97 ഞങ്ങൾ ഹോസ്റ്റൽ തുടങ്ങി. ഹോസ്റ്റലിൽ വെച്ച് പിള്ളേരെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് വിടണമെന്ന് വിചാരിച്ചു. പിന്നെ ഡസൻ വർക്ക്, ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് എന്ന് പറഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്താലും സാരമില്ലെന്ന് പറഞ്ഞ് KG ക്ലാസ്സിൽ നിന്ന് വി സ്റ്റാർട്ട്. We take only a small segment of the population. A segment ആണെങ്കിലും we have seen good results. അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇംഗ്ലീഷ് അതാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് അവിടെ. അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? അതാ കഴിഞ്ഞ ഞങ്ങൾ 2000 KG ക്ലാസ് തുടങ്ങി, LKG. അപ്പോൾ 12 വർഷം. 2011 ഇവർ ഫസ്റ്റ് SSLC എഴുതുന്നത്. അപ്പോൾ 2011 തൊട്ട് 2024 വരെ നമ്മൾ 13 ബാച്ച് SSLC സ്റ്റുഡൻസ് അയച്ചിട്ടുണ്ട്. എല്ലാം 100% റിസൾട്ട് കൊടുക്കുക. അപ്പോൾ പക്ഷേ അയക്കുന്നത് 20-25 അങ്ങനെയുള്ള പിള്ളേരാണ്. വലിയ സമൂഹമല്ല. പക്ഷെ നമുക്ക് അത്രയും പറ്റത്തുള്ളൂ. കാരണം ഇത് അൺഎയ്ഡഡ് സ്കൂളാണ്. ഗവൺമെന്റ് എയ്ഡ് തരത്തില്ലെന്ന് പറഞ്ഞു, നടത്താൻ പാടില്ലെന്ന് തന്നെ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വാസ് വെരി അഗെയിൻസ്റ്റ്. പിന്നെ നമ്മൾ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി ഓർഡർ വാങ്ങിയിട്ടാണ് നടത്തുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ വർത്ത് ഇറ്റ്. ഇപ്പൊ നമുക്ക് വലിയ സന്തോഷമാണ്. ഇപ്പൊ എന്നാ സംബന്ധിച്ച് ഇതിന്റെ കൂടെ ഒരു വിദ്യാഭ്യാസത്തോടു കൂടെ നമ്മുടെ സുവിശേഷ വേല കുറച്ചുകൂടെ എളുപ്പമായതിന്റെ കാരണം, ഇന്ന് ആരെങ്കിലും പോയി RSSകാരൻ പോയി അവരെല്ലാം നിങ്ങളെ ചൂഷണം ചെയ്യുന്നു, ഇവർ പറയും അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറയണ്ടെന്ന് പറയും. അങ്ങനെ പറയുന്നവർ പോലീസുകാരന്മാരും എല്ലാവരോടും, പോലീസുകാർ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ട്രൈബൽസിനെ കുറച്ച് പേടിയാണ്. അവരെന്തെങ്കിലും വിളിച്ചാൽ റൂൾസ് ഉണ്ട്. അവരെന്തെങ്കിലും അവരുടെ ജാതി പേര് പറഞ്ഞ് വല്ല വിളിച്ചു കഴിഞ്ഞാൽ അവർ കംപ്ലൈൻറ്റ് കൊടുത്താൽ ഇവൻ്റെ ജോലി പോകും. അതുകൊണ്ട് ഇവർ പറയാൻ തുടങ്ങുമ്പോൾ അവർക്ക് തന്നെ ഇതെല്ലാം ഇങ്ങനെയായി പറഞ്ഞത്, എപ്പോഴാണ് ഇവർ പഠിച്ചത്? അപ്പം മനസ്സിലാക്കും ഈ ട്രൈബൽ മിഷൻകാർ പറഞ്ഞു കൊടുക്കുന്ന ഇത് ഇവരെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളോട് അവർക്കായതില്ലേ. ഇപ്പം RSSകാർക്കും BJPക്കാർക്കും ഉള്ള ഒറ്റ അവരുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണ്, നമ്മുടെ മതത്തിൽ നിന്ന് മാറ്റുന്ന പറയും. ഇപ്പോൾ അവിടുന്ന് ആദിവാസികൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഗവൺമെന്റിനോട് പോലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങളെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക്. ആക്ച്വലി അവർ ഹിന്ദുക്കളാണോ? ഈ ട്രൈബിനെ ഹിന്ദു എന്ന് പറയാൻ പറ്റത്തില്ല. ഇവരാണ് മതം മാറ്റുന്നത്. അവർക്ക് അവരുടെ ആയിട്ടുള്ള ഒരു റിലീജിയസ് ബിലീഫ്സ് ഉണ്ട്. അതിന് അനിമിസം എന്ന് പറയും. നാച്ചുറൽ തിങ്സ് അവർ ബിലീവ് ചെയ്യുന്നു. നാച്ചുറൽ തിങ്സ് അവർ എതിനെ കണ്ട് പേടിക്കുന്നു അതെല്ലാം അവർ ദൈവമായിട്ടാക്കും. സൂര്യനും കാറ്റും ഈവൻ മരങ്ങളാണ് അവരുടെ ബേസിക് ദൈവങ്ങൾ എന്ന് പറയാൽ. ഫുഡ് തരുന്നത് മരങ്ങളാണ്. ഇൻഫാക്ട് ഒരു മരം വെട്ടിയാൽ ആദിവാസിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വർക്ക് ചെയ്ത് ചില പിള്ളേർ, ഞങ്ങൾ ചിലപ്പോൾ ബിൽഡിങ്ങിന് വേണ്ടി വെട്ടി കഴിഞ്ഞാൽ ഞാൻ സാർ മരമായിട്ടില്ല അത് ലാസ്റ്റ് ഒരുമാതിരി കരഞ്ഞുകൊണ്ടാവും പറയും. അങ്ങനെ അവർക്ക് അങ്ങനത്തെയാണ് അവരുടെ ബിലീഫ്. പിന്നെ അവരുടെ ഒരേ ഒരു മരിച്ചതിന് ശേഷം അവരുടെ പൂർവിക പിതാക്കളെല്ലാം ഇങ്ങനെ ആത്മാക്കളായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ബേസിക്. അതും ഒരു കാര്യം. കാരണം മരണത്തോടു കൂടെ എല്ലാം അവസാനമൊന്നും നിരീശ്വരവാദമൊന്നുമില്ല, ഉണ്ട്. പക്ഷെ അതിനപ്പുറം എന്നാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഗോത്രത്തിൽ നമ്മുടെ സ്വന്തക്കാരൻ നമ്മുടെ അപ്പൂപ്പനെ ആരെങ്കിലും നടത്താൻ നമുക്ക് വല്ലതും നല്ല ചെയ്യും.
പക്ഷെ അടുത്ത വീട്ടുകാരൻ നമ്മളോട് വിരോധമാണെങ്കിൽ അവൻ നമുക്ക് ദോഷം ചെയ്യും. ഇതുങ്ങളെല്ലാമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷം ചെയ്യുന്ന ഒരുത്തനും നമ്മളെ കാണരുത്, നല്ല ചെയ്യുന്നവനെ കാണണം. ഇത് മാത്രമല്ലാതെ ഇവർക്ക് അപ്പുറമായിട്ട് ഒരു ആത്മീയമായിട്ട് നരകമെന്നോ സ്വർഗമെന്നോ അങ്ങനത്തെ ഒരു കാസ്പെക്ട് എന്തായാലും മരിച്ച അതോടുകൂടെ അല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് തുടങ്ങാൻ പറ്റും ഒരു സുവിശേഷം പറയുമ്പോൾ. അപ്പൊ അങ്ങനെ ഉള്ളതിലെല്ലാം ഇവർക്ക് ഒരു വെളിച്ചം കിട്ടി വരുന്നത് കൊണ്ട് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇവർക്ക് വിഗ്രഹ ആരാധന എന്ന് പറയുന്നതേ ഇല്ല. ഇവർ അവരുടെ പൂർവിക ആത്മാക്കളെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. ഇപ്പോഴാണ് ഹിന്ദുക്കളെല്ലാം കൊണ്ടുവന്ന് ആദ്യം ഒരു ശൂലം വെക്കും, ശൂലം വെച്ച് അവനെ പഠിപ്പിക്കും, ഇതിനെ ആരാധിക്കണം, ഇതിന് ശക്തി ഉള്ളതാണ്, ഇത് വരും. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ദൈവങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇപ്പൊ മുരുകൻ മല്ലീശ്വരൻ എന്നെല്ലാം പേരുമായിട്ട് വന്നിട്ടുണ്ട്. പൂർവികങ്ങളൊന്നും ഇല്ല. പക്ഷേ പിശാച് അത് മുതലെടുക്കും. ഇതിന്റെ പുറകെല്ലാം അതിന് ശക്തി ഉണ്ടാക്കി, ഇതിനെല്ലാം ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓരോ മന്ത്രവാദികളെല്ലാം ഇതും വെച്ചുകൊണ്ടാണ് കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവര് ചൂഷണം ചെയ്യുന്നത് ഇവര് മറ്റവരാണ്. അവരുടെ മതത്തിൽ നിന്ന് ഇവരെ മാറ്റുന്നു. അവർ നമ്മളോട് പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാക്കുന്നത്, അവർ ഹിന്ദുക്കളായിട്ട് മാറ്റുന്നു. അവരും അതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒയ്വാസി എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം എം പി ഉണ്ടല്ലോ ആന്ധ്രാപ്രദേശിൽ നിന്ന്, പുള്ളി അമിത്ഷായോട് നേരെ ചോദിച്ചു, ഹൂ ആർ യു ടു ടെൽ എനിബഡി കനോട്ട് കൺവേർട്ട്? ഹൂ ആർ യു ടു ടെൽ? ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, പബ്ലിക്കായിട്ട് അമിത്ഷായോട് ചോദിച്ചു, ഹൂ ആർ യു ടു ടെൽ അനദർ പേഴ്സൺ ദേ കനോട്ട് കൺവേർട്ട്? ജസ്റ്റ് ബിക്കോസ് യു ആർ എ പൊളിറ്റീഷ്യൻ യു ക്യാൻ കൺട്രോൾ ദിയർ ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളി നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്രൈബൽസിൽ പലരും ഇപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇവരുടെ മോഡസ് ഓപ്പറാൻഡിയെ മാറ്റിയത് ആര്? ഈ RS BJP. അതിനു മുമ്പ് ഇവർക്ക് ഈസിയാണ്. ഇവർ എന്നാ പറഞ്ഞാലും കേൾക്കും. നിങ്ങളെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ മതം മാറ്റി, നമ്മുടെ സ്വന്തം മതം മാറ്റി എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാറി ഇവരെല്ലാം നല്ലത് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് സ്കൂൾ തുടങ്ങണം, ഇവർക്ക് ഹോസ്റ്റൽ തുടങ്ങണം, ഇവർക്ക് ഹോസ്പിറ്റൽ തുടങ്ങണം, ഇവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മളെ പോലെ എല്ലാ വില്ലേജിലും, പാട്ടപ്പാടിലുള്ള എല്ലാ വില്ലേജിലും ഒരു RSS പ്രചാരകനുണ്ട്, ശമ്പളം കൊടുത്തു വെച്ചിരിക്കുകയാണ്, നമ്മൾ മിഷനറി ആക്കുന്നത്. അവര് വേദപാഠശാലയിൽ അവർക്കൊരു ഇതുണ്ട്, അതിൽ പഠിപ്പിച്ചങ്ങനെ. അപ്പോൾ അവരുടെ ടാക്ടിക്സ് അവർ മാറ്റിക്കൊണ്ട് ഇങ്ങനെ ചെയ്തു വരുന്നു. അതെല്ലാം നമ്മളെക്കുറിച്ച് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അവർ കോപ്പി അടിക്കുന്നത്, അതേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലായി. എല്ലാം കാപ്പി അടിക്കട്ടെ, അവസാനം ദൈവത്തെയും കാപ്പി അടിക്കട്ടെ, അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, ഈ ഒരു മിഷണറി ഡോക്ടർ ട്രൈബൽസിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നു, അതൊരു ഭാഗം. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിലും കൂടെ ഡോക്ടർ ഇൻവോൾവ് ആണ്, യൂത്തിന്റെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ. ICPF-ഉമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെടുന്നതും? കാരണം ഞാൻ ക്രിസ്ത്യ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ അവിടെ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇവാഞ്ചലിക്കൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പിള്ളേരേ ഉള്ളൂ, 5-6 പിള്ളേരുണ്ട്. അവർ ഒരു വേറെ ഒരു ടീച്ചർ, ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് മാസത്തിലൊരിക്കൽ പ്രാർത്ഥന നടക്കും. അതിൽ എന്നെ വിളിക്കും, ഞാൻ പുതിയ വിശ്വാസി ആയതുകൊണ്ട് വിളിക്കും. അങ്ങനെ സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ഒരു ഇൻവോൾവ് ചെയ്ത് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സ്റ്റുഡൻസ് കൂടെ ഇരിക്കുന്ന നമുക്ക് എപ്പോഴും ഒരു സന്തോഷമാണ്. അങ്ങനെ വന്നപ്പോഴാണ് 1980 മാത്യു തോമസ് സാറ് നടത്തിക്കൊണ്ടുവന്നു, വീട്ടിൽ തന്നെ നടത്തിക്കൊണ്ടുവന്ന ഒരു വീട്ടിലും ചരക്കുന്നിൽ തന്നെ നടത്തിക്കൊണ്ടുവന്നു യൂത്ത് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു 73 തൊട്ടേ സാറ് നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പം അങ്ങനെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ ഒരു പ്രാവശ്യം എന്നെയും വിളിച്ചു. അപ്പം ഞാൻ കൊല്ലത്ത് വന്നു, അതുകൊണ്ട് എന്നെയും വിളിച്ചു. ഞാൻ പോയി. സ്റ്റുഡൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്കൊരു സന്തോഷമാണ്. കാരണം ഇറ്റ് ഇസ് നോട്ട് ഇൻവോൾവ് വിത്ത് എനി ചർച്ച് പ്ലാന്റിങ്, അല്ലാതെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ മാത്യു തോമസ് സാറിന് ദൈവം കൊടുത്ത ഒരു ദർശനം, അന്ന് ഈ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണ സുവിശേഷം അറിയിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഇല്ല എന്നുള്ള ചിന്തയോടുകൂടെയാണ് നമ്മൾ എതിരൊന്നും അല്ല, ഞങ്ങളെല്ലാം അതിൽ കൂടെ ആണ് വളർന്നത്, ട്രെയിനിങ് കിട്ടിയത്. പക്ഷേ അവർ എന്തായാലും എന്നോട് അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ മാത്യു തോമസ് സാറോടെല്ലാം പറയും, സ്റ്റുഡൻസോട് ഇടപെടുമ്പോൾ സ്നാനത്തെക്കുറിച്ചൊന്നും പറയരുത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയരുത്, രക്ഷയെക്കുറിച്ച് പറയാൻ നല്ലതാണ്, പിന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റവർക്കെല്ലാം പ്രയാസമാവും, മാതാപിതാക്കൾ അയക്കത്തില്ല. അങ്ങനെ ഓരോ ഇത് ഉണ്ടായിരുന്നുകൊണ്ട് സാറിന് ഇങ്ങനെ ഒന്ന് തുടങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടത് തൊട്ടേ ഞാൻ പെന്തിക്കോസ്റ്റ് ചർച്ചിലാണ്.
അപ്പോൾ ഐ തോട്ട് ദിസ് ഈസ് ദി ബേസിക്. അപ്പോൾ അല്ലാതെ നമ്മൾ ആരോടും എതിർക്കുന്നില്ല. ഇത് പറയുന്നത് നല്ലതാ, നമുക്ക് മാത്രം ഇത് അറിയണം, മറ്റവർക്ക് അറിഞ്ഞുകൂടാ എന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചപ്പോൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ സ്നാനപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. പരിശുദ്ധാത്മാ ഞാൻ പ്രാപിച്ചു. അപ്പൊ അതുപോലെ നമുക്ക് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാനത് ഇൻവോൾവ് ചെയ്തെങ്കിലും അത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു മിനിസ്ട്രിയിലാകുമ്പോൾ ആണ് നമ്മൾ തന്നെ വളർന്നത്. വി ഗ്രോ. നമ്മൾ ഒരു മിനിസ്ട്രിയിൽ ആകാതെ ഒക്കെ ഞാൻ ഒരിക്കൽ പറയും, എപ്പോഴെങ്കിലും പോയി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നാളെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഇരുന്ന് പാടിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് രണ്ട് എക്സ്ട്രീമാണ്. ഇവിടെ ഒരു വിദ്യാഭ്യാസവും ഇല്ല, ഇവിടെ വിദ്യാഭ്യാസത്തിന് കൂടുതലാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇറ്റ് വാസ് എ ചാലഞ്ച് ഓൾസോ. പിന്നെ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഈ യൂത്ത്സ് വരാതെ ഈ മിഷൻ മുമ്പോട്ട് പോകത്തില്ല എവിടെയും. ഇപ്പൊ ഇവർ ട്രൈബൽസ് ആണെങ്കിലും ഒരു ആൾക്കാരോട് നമ്മൾ സംസാരിച്ചാൽ അവനെ വളർത്തിക്കൊണ്ടേ പോകണം. യൂത്തിന് അങ്ങനെയല്ല, അവന് ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ ഈ ബിക്കംസ് എ ലീഡർ. അപ്പോൾ സോ അത് ഒരു നല്ല ദൈവം എനിക്ക് തിരഞ്ഞു കൊടുത്ത വഴിയായിട്ട് തോന്നി. അതുകൊണ്ട് അതിനപ്പുറം ഞാൻ പിന്നെ വേറെ ഒന്നിനും ഒരു സംഘടനയിലും ഇടപെടാറില്ല. അത് ദൈവം സഹായിച്ചു. ആ 2 സംഘടനകൾ നല്ലപോലെ വളർന്നു, ഈൽഡിങ് ഫ്രൂട്ട്സ്. ICPF ഇപ്പോഴത്തെ സാറിന്റെ പൊസിഷൻ? ICPF ഇന്ത്യയിൽ 19 സ്റ്റേറ്റുകളുണ്ട്. ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് തൊടാറില്ല, ഒരുമാതിരി ക്രിസ്ത്യനൈസ്ഡ് ആണ്. അതുകൊണ്ട് 19 സ്റ്റേറ്റുകളിലും വ്യാപരിക്കുന്നു. ചില സ്റ്റേറ്റുകളിൽ ചില സ്റ്റാഫ് വർക്കേഴ്സ് കാണത്തില്ല, അങ്ങനെയെല്ലാം പോകുന്നാലും. പക്ഷെ അതിനേക്കാൾ ഇന്റർനാഷണൽ ലെവലിലാണ് 22 കൺട്രീസിലുണ്ട്. ഇതൊന്നും ICPF ആയിട്ട് തുടങ്ങുന്നതല്ല. ICPF നമുക്ക് അമേരിക്കയിൽ തുടങ്ങണം, ആഫ്രിക്കയിൽ തുടങ്ങണം ഒന്നുമല്ല. നമ്മുടെ ക്യാമ്പുകളിൽ കൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ദേ ആർ സോ ഇംപ്രസ്ഡ് വിത്ത് ദ ക്യാമ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. അവർക്ക് അവിടെ ഒരു ആഗ്രഹം അവിടെ ഒന്ന് തുടങ്ങാൻ, അങ്ങനെ തുടങ്ങിയതാണ്. അല്ലാതെ നമ്മൾ ഒരു ലിമിറ്റഡ് കമ്പനി പോലെ എല്ലായിടത്തും ബ്രാഞ്ചസ് തുടങ്ങിയതല്ല. നമ്മുടെ വിദ്യാർത്ഥികൾ പോയി തുടങ്ങി. എവിടെ പോയാലും തുടങ്ങുന്നത്. ആരാ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാർത്ഥി. എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പിൽ കൂടെ വന്നു, ഇന്ന വർഷം വന്നു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം. അങ്ങനെ എന്തായാലും ഇറ്റ് ഈസ് എ ഫിനോമിനൽ ഗ്രോത്ത്. 40 വർഷത്തിൽ നമുക്ക് 22 കൺട്രികളിൽ ഒരു സ്ഥാപനം പടർന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെയെല്ലാം നമുക്ക് പിള്ളേർ വന്നു കഴിഞ്ഞാൽ 300 മാക്സിമം വരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം ഞാൻ ഹ്യൂസ്റ്റണിൽ പോയപ്പോൾ 750 സ്റ്റുഡൻസ് വരെ 5 days ക്യാമ്പിൽ. നമുക്ക് വിചാരിക്കാൻ പോലും പറ്റത്തില്ല അമേരിക്കയിൽ ഇങ്ങനെ ഇത്രയും പിള്ളേർ വരുമ്പോൾ. പാരൻസ് ആർ സോ ഇൻട്രസ്റ്റഡ്. ICPF ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഫില്ലാവും, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെയുള്ള രജിസ്ട്രേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇൻ എ വേ നമുക്കൊരു പൈനിയർ വർക്കും കംബോഡിയ, വിയറ്റ്നാമിലെല്ലാം ചെയ്യാൻ പറ്റി. സിലോൺ, ബർമ അവിടെ എല്ലാം ചെയ്യാൻ, ശ്രീലങ്ക എല്ലാം ചെയ്യാൻ പറ്റി. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു. ഈ 2023 ഏപ്രിലാണ് കോവിഡ് വന്ന്, മെയ് മാസത്തില് കോവിഡ് വന്ന് വളരെ ഒരർത്ഥത്തിൽ ഒരു മരണത്തിന്റെ താഴ്വരയിലൂടെ പോയതാണ്. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ ഫസ്റ്റ് വേവ് കോവിഡ് വന്നപ്പോൾ അട്ടപ്പാടിയിൽ ആർക്കും ഇല്ലായിരുന്നു. സോ ഐ വാസ് ലിറ്റിൽ, ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡോക്ടേഴ്സ് പേഷ്യൻസ് ആരെങ്കിലും ഒന്ന് അവിടെ ഇരിക്കാൻ പറയും, അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഒന്നും നമ്മൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന. അപ്പോഴേ ആൾക്കാരെല്ലാം പറയും ഡോക്ടർ മാസ്ക് കൊടുത്തില്ല, പേഷ്യൻസോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പറയും. ഐ വാസ് നോട്ട് ബോതർഡ്. ബട്ട് അടുത്ത വേവ്, ഡെൽറ്റ വേവ്, സെക്കൻഡ് കോഴ്സ് വന്നപ്പോൾ ഇറ്റ് വാസ് വെരി സിവിയർ. ഇവിടെ ആർക്കും പിടിച്ചു. 4 ദിവസത്തിനകം ഞാൻ 17 പേഷ്യൻസിനെ നോക്കി. അപ്പോഴാണ് പഞ്ചായത്തുകാരെല്ലാം വന്ന് ചോദിച്ചു പറഞ്ഞത് ഞങ്ങളുടെ ഹോസ്പിറ്റൽ തന്നെ ഒരു കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റി തരണമെന്ന്. ഞാൻ പറഞ്ഞു റെഡി എന്ന് പറഞ്ഞ് അതിനുള്ള ഒരുക്കമെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2-3 ദിവസം മഴയിലെല്ലാം നിന്ന് ആൾക്കാരെ വിളിച്ച് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇൻഫെക്ഷൻ കിട്ടിയത്. ഫീവർ വന്നു. ഒരു ദിവസം ഫീവറും തലവേദനയായിരുന്നു. 2ാം ദിവസം ചുമച്ചു. 3ാം ദിവസം രക്തം ചുമയ്ക്കാൻ തുടങ്ങി. ദെൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ അതൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. അതുകൊണ്ട് CMC-ക്കാർ എൻ്റെ എക്സ്റേ കണ്ടിട്ട് എടുത്തിട്ടില്ല. വാസ് വെരി സിവിയർ. ഇത്രയും യാത്ര ചെയ്ത് വരാൻ പറ്റത്തില്ല, അവിടെ എങ്ങാനും ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് കോയമ്പത്തൂരിലൊരു ഹോസ്പിറ്റലിൽ പോയത്. പക്ഷേ എനിക്ക് ഒരു കാര്യം, ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം എന്നുള്ളത് ട്രീറ്റ്മെൻറ്റിനോ രക്ഷപ്പെടണമെന്നോ ഉള്ളത് കൊണ്ടല്ല, മറ്റവർക്ക് പകരരുത്. അത് ഗവൺമെൻറ് റൂളാണ്. നമ്മൾ കമ്മ്യൂണിറ്റി ലിവിങ് ആണ്. ഐ
ഐസൊലേറ്റഡ്. പക്ഷെ അവളോട് പറഞ്ഞു ഓർത്തോളണം, ചത്തുപോയ ബോഡി തരത്തില്ല. അന്ന് അങ്ങനെയായിരുന്നു, ബോഡി തരത്തില്ല. അതുകൊണ്ട് അതിന് നീ പ്രിപ്പയർഡ് ആയിരിക്കണം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിലും എനിക്ക് ടോട്ടലി ഐ വാസ് ഔട്ട് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ സിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല, കാലം അനങ്ങാൻ പറ്റത്തില്ല, ദേഹം എല്ലാം വേദനയാണ്, ഒരുത്തരെയും കാണാൻ പറ്റത്തില്ല. നേഴ്സസ് 4 മണിക്കൂറിൽ ഒരിക്കലേ വരത്തുള്ളൂ. യൂറിൻ പോകാനായിട്ട്, നമ്മൾ യൂറിനിൽ ചോദിക്കാനായിട്ട് വിളിക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി പാക്ഡാണ്. അതിനേക്കാൾ എന്നാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞാൻ കൊണ്ടുവന്ന് വിട്ട് അന്ന് രാത്രി ആയപ്പോൾ ഇറ്റ് വാസ് സോ ഫ്രീസിങ് കോൾഡ്, വിറയ്ക്കാണ്. ഒരു നേഴ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബ്ലാങ്കറ്റ് കൊടുക്കാമെന്ന്. അവിടെ അത് ബ്ലാങ്കറ്റോ? ഇവിടെ ബ്ലാങ്കറ്റ് ഒന്നുമില്ല. കാരണം ഇവർ മൂക്കൊഴിച്ച് കണ്ണൊഴിച്ച് മറ്റെല്ലാം വേഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 16 ഡിഗ്രി സെന്റിഗ്രേഡില്ല വെച്ചേക്കുന്നത് ഹോൾ ഹോസ്പിറ്റലിൽ. നമ്മൾ പനിയുമായിട്ട് ദേഹത്തൊന്നും ഇല്ലാതെ കിടക്കുമ്പോൾ നമുക്ക് ഞാൻ വെച്ചു ബ്ലാങ്കറ്റ് ഇല്ല. അന്ന് ഒരു കാര്യം എൻ്റെ മോള് പുറത്തുണ്ട്, അവളോട് പറഞ്ഞാൽ അതിലെ പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവരത്തില്ല, ഒരു ബ്ലാങ്കറ്റ് കൊടുക്കത്തുമില്ല. ഞാൻ പറയാം ഒരു ചെറിയ സിമ്പിൾ റീസൺ ആണ്, ബ്ലാങ്കറ്റ് കൊടുക്കത്തില്ല. യൂറിനൽ പോകണമെങ്കിൽ നമുക്ക് അവരെപ്പോഴെങ്കിലും വന്നാലേ പോകാൻ പറ്റത്തുള്ളൂ, എഴുതിയാലും പറ്റത്തില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളും പ്രയാസങ്ങളായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു ദിവസം 3 ദിവസം ഇങ്ങനെ കിടന്നപ്പോൾ ഉറക്കം വരത്തില്ല രാത്രി. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും, അതാണ് എൻ്റെ സ്വഭാവം. ബസ് കയറിയിരുന്നാൽ ബസ് വിടുന്നതിന് മുമ്പേ ഉറങ്ങും. അങ്ങനെ എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ലെങ്കിലും യേശു കൂടെ ഇരിക്കുന്ന പോലെ ഐ വിൽ ഗോ ഓൺ ടോക്കിംഗ് ടു ഹിം. റിപ്ലൈ കിട്ടുന്നോ ഇല്ലയോ, ഐ വിൽ ഗോ ഓൺ ടോക്കിംഗ് ടു ഹിം എന്നൊരു ചില ദിവസങ്ങൾ തീരുമാനിച്ച് രാത്രി ആകുമ്പോൾ ജസ്റ്റ് ഐ വിൽ വെയിറ്റ്. 10-11 എല്ലാം ഒരുമാതിരി നിശബ്ദമായിട്ട് വരുമ്പോൾ അതിൻ്റെ കർത്താവ് ഇരിക്കുന്ന പോലെ ഞാൻ ചുമ്മാ നാളെ എന്നാ ചെയ്യണം എന്നെ കൊണ്ട് പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞ് ഐ വാസ് സ്പെൻഡിങ് ദ നൈറ്റ്. ദാറ്റ് വാസ് എ വെരി വെരി ഹെൽപ്ഫുൾ ടു മീ. പല കാര്യങ്ങൾ കർത്താവ് പറയുന്നത് പോലെയും തോന്നി. ചില കാര്യങ്ങൾ നമ്മൾ അഥവാ രക്ഷപ്പെട്ടാൽ ഇങ്ങനെയെല്ലാം ചെയ്യണം, ഇത്രയും കാര്യം ചെയ്ത് പോരാ ഇനിയും ചെയ്യണം എന്നുള്ള പല ചിന്തകളെല്ലാം വരാൻ തുടങ്ങി. കാല് അനക്കാൻ പറ്റത്തില്ലായിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് അത് ഇതും എല്ലാം ചെയ്ത്. പക്ഷേ ലാസ്റ്റ് 2 days ആകുമ്പോഴേ എൻ്റെ ഫീവർ അതെല്ലാം സബ്സൈഡ് ആയപ്പോഴാണ് ഡോക്ടേഴ്സിനെ കാണുന്നത്. സോ ഇറ്റ് വാസ് എ ടഫ് സിറ്റുവേഷൻ, ബട്ട് ഐ കുഡ് ഗോ ത്രൂ. പക്ഷെ ഒരു കാര്യം മാത്രമേ, I had no fear of death. Absolutely. ദൈവം കൊടുത്ത സമയത്തിന് ചെയ്തു, ഇനി കൊടുത്താൽ ചെയ്യാന്നുള്ളതല്ല. അതിന് മോള് ഇടയ്ക്കിടയ്ക്ക് അവളെ മാത്രം വല്ലപ്പോഴും വിടും, അരമണിക്കൂർ. അവള് വന്ന് പറയും, ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കുന്നു, ഇന്നാരും അന്വേഷിച്ചു. ശരി മോളെ റൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ സൂപ്പറിനന്റ് പറഞ്ഞു, ഓ ലുക്സ് സോ വെൽ എന്നെല്ലാം പറഞ്ഞിട്ട് ആണ് പുറത്ത് വിട്ടത്. ബട്ട് ഐ വാസ് നോട്ട് വെൽ ഇൻ ദ സെൻസ് നമുക്ക് ഇത്രയും സംസാരിക്കാമല്ലോ, കൊട്ടുപോലും സംസാരിക്കാൻ പറ്റത്തില്ല, ഓക്സിജൻ ഇല്ലാതെ ഇവിടുന്ന് അവിടെ വരെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഒരു സീക്വൻസ് ഇരുന്നതുകൊണ്ട് ഒരു 3 മാസം ഓക്സിജനിലായിരുന്നു. പിന്നെ ഐ റിസ്യൂംഡ് മൈ റൂട്ടീൻ ഡ്യൂട്ടീസ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. അതിന് സീക്വല് കുറച്ചുണ്ടെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എല്ലാം ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും സംസാരിക്കുന്നു, നടക്കുന്നുണ്ട്, പോകുന്നുണ്ട്. 1/2 hour ഡെയിലി 45 minutes ഞാൻ വാക്ക് ചെയ്യും. സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, കാലിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പുൾപിറ്റിൽ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ നീഡ് സം സപ്പോർട്ട് സ്റ്റെപ്പിലെല്ലാം. അങ്ങനെയുള്ള ചെറിയ ഇതേ ഉള്ളൂ. ഒരുപാട് ദൈവമക്കൾ പ്രാർത്ഥിച്ചെന്നല്ലോ എനിക്കറിയാം. അവർക്ക് എല്ലാവർക്കും നന്ദി പറയാൻ ഇതും ഒരു അവസരമായിട്ട് ഞാൻ കരുതുന്നു. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. ഡോക്ടർക്ക് ഒരു പുതുവർഷ സന്ദേശം പബ്ലിക്കിന് കൊടുക്കാനാണ്. പുതിയ വർഷം എല്ലാവരും വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ വരവ് വളരെ സമയമായിരിക്കുന്നു. പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ചർച്ച ഇന്ന് ഇന്ത്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അല്ല പ്രവർത്തിക്കും. ദേ ആർ ഗോയിങ് ജസ്റ്റ് ബിസിനസ് ആസ് യൂഷ്വൽ, അതുപോലെ വരുന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ചർച്ചിൽ ഉള്ള ഒരു കാര്യം, അവർ കൺട്രി ഹാസ് ബിക്കം എ അബോർഡ് ഓഫ് സേറ്റൻ എന്ന് പറയുന്നത്. അതുപോലെ വിഗ്രഹാരാധനയായി എല്ലാവർക്കും, ഈവൻ പ്രൈം മിനിസ്റ്റർ വരെ എല്ലാവർക്കും മന്ത്രങ്ങളും വിഗ്രഹാരാധന ഇതേ ഉള്ളവർക്ക് മനസ്സിലാകുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനെക്കുറിച്ച് ചർച്ചിന് എന്തെങ്കിലും ഒരു കരുതലുണ്ടോ എന്ന്. കാരണം
ഒരു പുസ്തകം ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചായിരുന്നു. ഇറ്റ്സ് എ ബുക്ക് റിട്ടൺ ബൈ വൺ കോൺ ജോണത്താൻ. ഈസ് എ റാബായ്, ജൂയിഷ് റാബായ്, കൺവേർട്ടഡ് ക്രിസ്ത്യൻ. പുള്ളി ഒരു ബുക്ക് എഴുതി, ഗോഡ്സ് ഹവ് റിട്ടേൺ, ദ റിട്ടേൺ ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി എഴുതുന്നത് പഴയ കാലത്തിലുള്ള ആ വിഗ്രഹങ്ങൾ, കനാനി ദേശത്ത് കനാൻകാരെ എല്ലാം ഓടിച്ചിട്ടേ അവിടെ കയറ്റത്തുള്ളൂ ദൈവം പറഞ്ഞപ്പോൾ പലർക്കും സംശയം. പാവപ്പെട്ട കനാനിയരെല്ലാം ദൈവം കൊല്ലാൻ പറഞ്ഞിട്ട് ഇസ്രായേലിൽ കൊടുക്കുന്ന അവർ അവിടെ അങ്ങനെ ഇരുന്നൂടെ ഇവരോട് ഇരുന്നൂടെ എല്ലാം പറയാറുണ്ട്, ദൈവത്തെക്കുറിച്ച് വിമർശിക്കാറുണ്ട്. പക്ഷേ അവരുടെ പാപങ്ങളെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ വിഗ്രഹ ആരാധന കൊണ്ട് ഈവൻ സാക്രിഫൈസിങ് ദെയർ ഓൺ ചിൽഡ്രൻ. അപ്പൊ ദൈവം 400 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് അവരെ പുറത്താക്കാൻ പറഞ്ഞത്. ഇവർ പുറത്താക്കിയില്ല, ഇവർ അവരുടെ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷേ ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷമാണ്, കാരണം കർത്താവിൻ്റെ ആ ശുശ്രൂഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ, കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരെ അയച്ചല്ലോ, നിങ്ങൾ പോയി പറയാം. അപ്പൊ സുവിശേഷം ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം കർത്താവ് ഇതുവരെ മരിച്ചില്ല, പിന്നെ എന്നാ സുവിശേഷം പറയും? ആ പറഞ്ഞു കൊടുക്കുന്നത് പിശാചുകളെ പുറത്താക്കാൻ. അങ്ങനെയാ തുടങ്ങുന്നത്. ഗോ ആൻഡ് എക്സർസൈസ് ദ ഡെവിൽ, ഹീൽ ദ സിക്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ കൂടെ അതേ അവർക്ക് പറയാം, അന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ റോമ സാമ്രാജ്യം വന്നു. അതിനകത്ത് കർത്താവിൻ്റെ ആ ശിഷ്യന്മാരിൽ കൂടെ സുവിശേഷം പറഞ്ഞു. ഈ ദൈവങ്ങളെല്ലാം പുറത്തു പോയി എന്നാണ് പുള്ളി എഴുതുന്നത്. എഴുതിയിട്ട് ഇപ്പോൾ 60s and 70s they have started coming back to US. അത് കനാൻ ദേശത്തിൽ സംഭവിച്ചതുപോലെ ദൈവം ഒരു സ്ഥലം ഒരുക്കി അമേരിക്ക ക്രിസ്ത്യാനികൾക്കായിട്ട് കൊടുത്തു, ക്രിസ്ത്യ രേജനായിരുന്നു. പക്ഷേ ഇതുങ്ങളെല്ലാം കമ്മിറ്റ്. യു ഓൾസോ ടു ഹാവ് റീഡ് ദറ്റ് ബുക്ക്, റിട്ടേൺ ഓഫ് ഗോഡ്സ് ബൈ കോൺ ജോണത്താൻ, ഒരു റാബായാണ് ആ പുള്ളി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ ദൈവങ്ങൾ എവിടെയും പോയിട്ടില്ല, ഇന്ത്യയിലായിരുന്നു കംപ്ലീറ്റ്. ഇപ്പൊ ഇന്ത്യക്കാർ കൊണ്ടുപോയി അവിടെ കൊടുക്കുക. ദേ ആർ ഇമ്പോർട്ടിങ്, sort of, I should say exporting God from India to America. പാവം അമേരിക്കക്കാർ യുവമാരാണ് എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്ക് എഴുതണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ആ ബുക്ക് മുഴുവൻ വായിച്ചപ്പോൾ ഐ വാസ് സോ ത്രിൽഡ്. ബിക്കോസ് വാട്ട് ഈസ് ടെല്ലിങ് ഈസ്, കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഒരു പിശാച് ഒരുത്തിന് നിന്ന് പോയി കഴിഞ്ഞാൽ എവിടെയോ പോയി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ സ്വസ്ഥതയില്ലാതെ കൊണ്ട് 7 എണ്ണത്തിനെ കൂട്ടിക്കൊണ്ടുവരും. അതുപോലെ ഇതുങ്ങളെല്ലാം എവിടെയോ പോയി ഇരുന്നിട്ട് ഇപ്പം എല്ലാം അമേരിക്കയിൽ വരാൻ തുടങ്ങിയിരിക്കുകയാണ് എന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് പുള്ളിക്ക് എഴുതാനുള്ളത് അത് എവിടെയും പോയില്ല, ഇന്ത്യയിൽ തന്നെ വന്ന് ഇവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ഇരുന്ന് ഇപ്പം ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കൻസ് മനസ്സിലാക്കുന്നില്ല. ഇവൻ കൊണ്ടുവരുന്നവനെല്ലാം ദൈവത്തെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ അന്ന് തയത്ര ദൈവം പറഞ്ഞത് അല്ല, പെർഗമമില്ല ദൈവം പറഞ്ഞത് അബോർഡ് ഓഫ് സേറ്റൻ, സാത്താൻ ഇരിക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ ഈ സാത്താന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ രാജ്യമാണ്, അതിൽ ഒരു സംശയമില്ല. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ലെങ്കിൽ ഹൗ ഡു വി എക്സ്പെക്ട് റിവൈവൽ? എല്ലാവർക്കും റിവൈവൽ വേണം, ഒരാൾക്ക് ആരെങ്കിലും പ്രസംഗിച്ച് റിവൈവൽ ഉണ്ടാക്കണമെന്ന്. പക്ഷേ റിവൈവൽ വിൽ നോട്ട് കം അൺലെസ് ദീസ് ഫെലോസ് ആർ ത്രോൺ അവേ. ഈ ഗോഡ് ഷുഡ് ബി ത്രോൺ അവേ. അതിനെ ഒരു എന്നാ പറയുന്നത്, എവറി ചർച്ച് ഹാസ് ടു ടേക്ക് ഇറ്റ് ആസ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി. And the only force that can throw it away is Holy Spirit. അതാണ് പെന്തക്കോസ്റ്റ് ചർച്ചസ് ബിലീവ് ചെയ്യുന്നത്. ബട്ട് ഹൗ ഡു ദേ യൂസ്? സാധാരണയായിട്ട് പറയുന്ന ദൈവം അത്രയും വലിയ ശക്തി ഹോളി സ്പിരിറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ കയ്യിൽ AK-47 കൊടുത്താൽ കൊതു അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളതുപോലെ AK-47 വെച്ച് കൊതു അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ദൈവം, ഗോഡ് ഹാസ് ഗിവൻ ദിസ് പവർ ടു ഡ്രൈവ് ഔട്ട് ദിസ് ഡിമോണിക് പവർ. സാത്താന് നമ്മളെന്നാ ചെയ്യാനാ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെയും കഴിഞ്ഞു. ഇപ്പൊ നമ്മളാണ് ഹോൾസെയിൽ ഏജൻസി എടുത്ത് മറ്റേ രാജ്യങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ചിന്ത ഷുഡ് കം ടു ദ ചേർച്ച് എന്നുള്ള ആഗ്രഹമുണ്ട്. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, സാക്ഷ്യം പറയുന്ന ആൾക്കാരെല്ലാം ശരി, ദൈവം എല്ലാം പറഞ്ഞു, നീ എത്ര പിശാചിനെ ഓടിച്ചിരിക്കുന്നു ചോദിക്കണം. ഡു യു ഹാവ് എനി അക്കൗണ്ട്സ്? ഇല്ലെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാ അകത്ത് വെച്ചുകൊണ്ട് എന്നാ ചെയ്യുക എന്നുള്ളതും ഒരു ചലഞ്ചിങ് ഫാക്ടറായിട്ട് ഇരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ അത്യാവശ്യമായിട്ട് നമ്മൾ കാണുന്നത്. ചർച്ചസ് റൈസ് അപ്പ് ഓൺ വൺ ഒക്കേഷൻ ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് ഈവിൾ സ്പിരിറ്റ്സ്, ഡ്രൈവ് ദം അവേ. കർത്താവ് അങ്ങനെ ഡ്രൈവ് ദം അവേ. കർത്താവിനെ കുറിച്ചും ലൂക്കോസ് 10:38 പറഞ്ഞിരിക്കുന്നത്, അവൻ നന്മ ചെയ്യുന്നവനായി, അപ്പോസ്തല പ്രവൃത്തികൾ 10:38, അവൻ നന്മ ചെയ്യുന്നവനായി ചുറ്റിത്തിരിഞ്ഞ് പിശാചുകളെ പുറത്താക്കുക. ദാറ്റ് ഈസ് ദ മെയിൻ ഡെലിവറൻസ് ദാറ്റ് എ മാൻ നീഡ്സ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സുവിശേഷം അവൻ്റെ ഹൃദയത്തിൽ കയറണമെങ്കിൽ. ആ ചാലഞ്ച് ചർച്ചസ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്.
എടുത്താൽ കൊള്ളാം. എനിക്ക് ദൈവം സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇത്രയും സമയം ഹല്ലേലൂയയുടെ കൂടെ ചെലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മിനിസ്ട്രിയെ കർത്താവ് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കട്ടെ. പ്രാർത്ഥനകളിൽ ഓർക്കാം. കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ഹല്ലേലൂയ റീഡേഴ്സിനോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും വന്ദനം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. ഡോക്ടറുടെ അനുഭവങ്ങൾ, ഡോക്ടറെ ദൈവം നടത്തിയ വിധങ്ങൾ ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ചലഞ്ച്, സാത്താനെ പുറത്താക്കുക, ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക, അന്ധകാര ശക്തികളെ പുറത്താക്കുക, അതൊരു ചലഞ്ചായിട്ട് 2025 നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.